ലാലേട്ടൻ ജാസ്മിൻ്റെ കൈ പിടിച്ചിട്ട് പൊക്കി പറയാണ്, ഇതാണ് ബിഗ് ബോസ് സീസൺ 6 വിന്നർ എന്ന് പറയുമ്പോൾ. ഞാൻ ജസ്റ്റ് കണ്ടു, പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. അങ്ങനെ സായി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നലെ കുറച്ച് മീഡിയാസിന് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ട് സായി സംസാരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല, പിന്നെ സായി ആര് കപ്പടിക്കും എന്ന് ചോദിച്ചപ്പം സായിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്, ഏത് നിമിഷം വേണമെങ്കിലും ഗെയിം മാറാം, അവസാനത്തെ ഒരു മണിക്കൂർ വേണമെങ്കിലും വോട്ടിങ് മാറാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ജാസ്മിൻ്റെ ആർമിയെ പറ്റിയിട്ടും പിന്നെ ഈ അവിടെ ഇവിടെയും ചേർന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നുണ പറയുന്ന കുറച്ച് ചേച്ചിമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാനായിട്ടിടയായി. വളരെ മോശമായിട്ട് എന്നെ പറ്റിയിട്ടും ഈ പറയുന്ന ജാസ്മിനെ പറ്റിയിട്ടും സംസാരിക്കുന്നതും ഞാനും ജാസ്മിനും തമ്മിലുള്ള ഒരു റിലേഷനെ പറ്റിയിട്ടൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നതായിട്ടും എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒരുപാട് അത് ബാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇത് ആരാണ് ഇട്ടതെന്നും എന്താണെന്നും എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാം. ഞാൻ ഇവിടെ വന്നിട്ട് ഫോട്ടോ ഉൾപ്പെടെ വന്ന് നമ്പർ ഉൾപ്പെടെ എടുത്തു വെച്ചിട്ട് എനിക്ക് തിരിച്ച് പറയാൻ അറിയാഞ്ഞിട്ടോ ചെയ്യാൻ അറിയാഞ്ഞിട്ടോ അല്ല. ഇത് ഒരുപാട് വെട്ടമായിട്ട് കുറേ ആൾക്കാർ, ഇപ്പം ജാസ്മിൻ്റെ ആർമിയിലുള്ളവരായാലും അല്ലാത്തവരായാലും വളരെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നെ പറ്റിയിട്ട്. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ജാസ്മിനുമായിട്ട് ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം അങ്ങനെ ആവാനേ ചാൻസ് ഉള്ളൂ. കാര്യം ജാസ്മിനെ ഞാൻ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്, കാര്യം ജാസ്മിൻ ഒരു യൂട്യൂബിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അല്ലാതെ ജാസ്മിന് ഞാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ജാസ്മിൻ ഈസ് ജസ്റ്റ് മൈ ഫ്രണ്ട്, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും അങ്ങനെയൊന്നുമല്ല. ജാസ്മിൻ എൻ്റെ ഒരു ജസ്റ്റ് ഫ്രണ്ടാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അഫ്കോഴ്സ് നമ്മളൊരു ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ തുടക്ക സമയത്ത് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തികൾ ഒട്ടും ശരിയല്ല എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈവൺ അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അവൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റാതായി. എനിക്ക് പ്രത്യേകിച്ച് അഫ്സലിൻ്റെ കേസും, അഫ്സലിനോടെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ, പക്ഷെ അവനും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം അത് കണ്ടപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാന്ന് തോന്നി. അത് ഞാൻ തീർച്ചയായിട്ടും ഞാനത് എതിർത്തു. ഞാൻ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോസ് കണ്ടിന്യൂസ്ലി ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ ചെയ്യുന്നതിനകത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിലോ ജാസ്മിൻ്റെ പഴയ ചരിത്രങ്ങളോ, ജാസ്മിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെയൊക്കെ ഏതോ കാമുകന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ വോയിസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലും ഞാൻ എടുത്തിട്ടില്ല. ഞാനതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുമില്ല. കാര്യം ജാസ്മിൻ്റെ പഴയ ചരിത്രങ്ങളോ കാര്യങ്ങളോ എനിക്കെടുത്ത് വെച്ച് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളിത് കേൾക്കുക. അപ്പോൾ ഈ വോയിസ് ഇടുന്ന ടീമുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വോയിസ് എടുത്തുകൊണ്ട് വന്ന് നിൻ്റെയൊക്കെ വീട്ടിൽ എല്ലാവരെയും പിടിച്ചിർത്തി എന്നെ കൊണ്ട് എനിക്ക് പ്ലേ ചെയ്യാനും പറ്റും, വേണമെങ്കിൽ നിൻ്റെയൊക്കെ 2 ഇട്ട് പൊട്ടിക്കാനും എന്നെ കൊണ്ട് പറ്റും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാര്യം ഇത് ഒരുപാടായി പല രീതിയിൽ പല അനാവശ്യങ്ങളും പല സ്ഥലത്തും ഇരുന്ന ആൾക്കാർ കുശിക്കുന്നതായിട്ട് എന്തായാലും നമ്മുടെ ചെവിയിൽ അത് എത്തും. എങ്ങനെയായാലും അത് കറങ്ങി തിരിഞ്ഞ് ഞാനത് അറിയുകയും ചെയ്യും. ഇത് ക്ഷമിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമമായി. കാര്യം ഓരോരുത്തരുടെ ഇതിപ്പോൾ നിനക്കൊക്കെ ഓരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, പക്ഷേ എന്നും പറഞ്ഞ് പലരുടെയും പേഴ്സണൽ ലൈഫിലൊക്കെ കയറിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുക. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഞാനെയും ജാസ്മിനെ പറ്റിയിട്ടൊക്കെ അനാവശ്യം പറയണമെന്ന് ഒരു കാരണവശ കഴിഞ്ഞാലും അതൊന്നും ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുമെന്ന് നീ ഒന്നും ചിന്തിക്കേണ്ട. നിനക്കൊന്നും ഒരു ദാക്ഷിണ്യം കാണത്തില്ല. നീക്ക് ഇനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, നീക്ക് എന്ത് കേസ് കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അറ്റം വരെ ഞാൻ പോവുകയും ചെയ്യും. നീയൊക്കെ ഇരുന്ന് കരയും. നീയൊക്കെ വന്നിരുന്ന് അനുഭവിക്കുന്നതിൻ്റെ മാക്സിമം ഞാൻ അനുഭവിപ്പിക്കുകയും ചെയ്യും. എന്നെ കൊണ്ട് ഓരോ പരിപാടികൾ ചെയ്യിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നോക്കട്ടെ ഈ ആ ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇപ്പോഴല്ല, ഞാൻ സമയം വരട്ടെ, ഞാൻ കേൾപ്പിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എന്തുമാത്രം അത് പേഴ്സണലി എനിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം എനിവേ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സായി മോഹൻ ഇന്നലെ ഇറങ്ങിയിട്ട് കുറേ കാര്യം പറയുന്നുണ്ട്. മെയിനായിട്ട് വോയിസ് ക്ലിപ്പിൻ്റെ കാര്യത്തിൽ സായി എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കോള് വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു കോളൊക്കെ പുറത്തുനിന്ന് ലീക്കായി അത് കുറച്ച് ഇഷ്യൂ ആയി പുറത്ത് അതിന് ഇറങ്ങിയിരുന്നു. ഞാൻ ജസ്റ്റ് കണ്ടു, പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. ഏജന്റ് ആവുമ്പോൾ പറയുന്നതിനോടുള്ള ഒരു മറുപടി എന്താണ്? എനിക്ക് പലതും തോന്നാം. നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ വോയിസ് ഒക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്ന് സായി പറയുന്നുണ്ട്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ ആ ഒരു വോയിസ് പുറത്ത് വിട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായിക്ക് ഇതിനകത്ത് വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ല.
ഞാനത് അന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവളുടെ വാപ്പയുടെ കൺസേൺ ആണത്. കാര്യം ഒരു മകൾ പോകുമ്പോൾ മകൾ ഈ കാണിക്കുന്ന തോന്നിയവാസങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തപ്പം തീർച്ചയായിട്ടും അത് അങ്ങനെ പറയുമെന്ന് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറഞ്ഞു. സായെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സായി ചെയ്യാന്നുള്ള രീതിയിൽ പോയി ചെയ്യുകയും ചെയ്തു. അത് ഞാൻ വലിയതായിട്ട് കുറ്റം പറഞ്ഞിട്ടുമില്ല സായിനെ. ഇനി ഇതിനകത്ത് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ സായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്തൊരു കാര്യം പറയാം. സായി അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആര് ജയിക്കാനാണ് ചാൻസ്, ജിൻഡോയ്ക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം സായി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കേൾക്കാം. പക്ഷെ ജിൻഡോക്ക് ഭയങ്കര ഫാൻ പവർ ആണ് പുറത്ത്. അപ്പം ആ ഒരു ഫാൻ പവർ വെച്ചിട്ട് ജിൻഡോ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ കപ്പടിക്കാം. ഫാൻ പവർ വോട്ടായാലേ കപ്പാവും. ഫാൻ പവർ ഈസ് ഡിഫറെന്റ്, വോട്ടിംഗ് സാധനം ഡിഫറെന്റ്. അത് രണ്ടാണ്. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഒരു ന്യൂട്രൽ ക്രൗഡ് ഉണ്ട് ബിഗ് ബോസ്. അവിടെ ഇവിടെ നിൽക്കാത്ത ഒരു ന്യൂട്രൽ ക്രൗഡ്. അവരാർക്കും കുത്തുന്നു എന്നുള്ളതൊക്കെ അവസാനം മനസ്സിലാവും. ഇന്നലെ മറ്റേ ഇലക്ഷൻ റിസൾട്ടിന്റെ അടിയില് ഇതിന്റെ വോട്ടിംഗ് റിസൾട്ട് പറഞ്ഞോണ്ടിരിക്കുക. അതെങ്ങനെ പറയാതെ സായി ഇതിൽ പറയുന്നുണ്ട് ഒരു ന്യൂട്രൽ ക്രൗഡ് ഉണ്ടെന്ന്. പക്ഷേ ഈ ന്യൂട്രൽ ക്രൗഡ് കാണോ ഇത്രയും നാൾ വോട്ട് ചെയ്തിട്ടാണോ ഈ പറഞ്ഞ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് എല്ലാവരും ജയിച്ചിട്ടുള്ളത്? കാര്യം ഒരാളെ ഇപ്പം ഇതിൻ്റെ ഈ ഒരു സീസണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇത്രയും ഒരു സമയമായിട്ടും ഭയങ്കര രീതിയിൽ ഒരു രാജാവിനെയൊക്കെ നമുക്ക് പൊക്കിക്കൊണ്ട് വരുന്ന ആ ഒരു സംഭവം ഈ സീസണിലില്ല. കാര്യം ജിൻഡോ ആയാൽ തന്നെ അത്യാവശ്യം ഫാൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഇത്രയും സീസണുകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഓരോരുത്തരും നമുക്ക് തലയ്ക്ക് പിടിക്കുന്ന രീതിയിലുള്ള ആരാധനയൊക്കെ വരാറുണ്ട് ചില ആൾക്കാരോട്. പക്ഷേ ഈ സീസണിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് ആരും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, സായിക്ക് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ കപ്പടിക്കുന്നതിനകത്തോട്ട് സായിക്ക് വലിയ താല്പര്യമില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. സായിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും രീതിയിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം പുള്ളിക്കാരനൊട്ട് അത് അടിക്കാനും പറ്റിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നുന്നു മേ ബി ആ പെട്ടി എടുത്തുകൊണ്ട് വന്നത്. എന്തായാലും പെട്ടി എന്തായാലും നന്ദനയ്ക്ക് ഉള്ളതല്ല എന്നുള്ള രീതിയാണ് പറയുന്നത്. പിന്നെ നന്ദനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് ശരിയാണ്. കുറേ ആൾക്കാർ ഇപ്പോൾ ഈ ചാരിറ്റി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് അത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നിട്ടല്ല ഈ പറയുന്ന ചാരിറ്റി ചെയ്യുന്നത്. പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക് ആക്കാറില്ല. മേ ബി അതായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും നന്ദനയ്ക്ക് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കുന്നതിനകത്ത് വളരെ സന്തോഷമേ ഉള്ളൂ. കാര്യം നന്ദന ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും പെങ്ങളുട്ടിയോടുള്ളൊരു സ്നേഹം വളരെ വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ഇതിലൊരു കോമഡി എന്ന് പറഞ്ഞാൽ സായി അവിടെ പോകുന്നതിന് മുന്നേ കപ്പടിച്ചിട്ടേ വരത്തോളം എന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷെ നല്ലൊരു മനുഷ്യനാവാനായിട്ടാണ് സായി പോയത് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സായി പറയുന്നത് സീക്രട്ട് ഏജന്റിനെ വേണ്ട എന്ന്. പക്ഷെ സീക്രട്ട് ഏജന്റിനെ എന്താണ് ഇത്ര കുഴപ്പം? സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരാൾ പല വിഷയങ്ങളും എടുത്ത് റിയാക്ട് ചെയ്ത് നമുക്കൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ്. അപ്പോൾ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നന്നാവാനായിട്ടാണ് അതിനകത്ത് പോയെങ്കിൽ എന്തിനാണ് അതിനകത്തോട്ട് കഷ്ടപ്പെട്ട് പോയത്? വേറെ എത്രയോ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു നന്നാവാനായിട്ടും നല്ലൊരു വ്യക്തിയായിട്ട് തിരിച്ച് വരാനായിരുന്നെങ്കിൽ. അപ്പം അതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. എന്തായാലും കാര്യത്തിൻ്റെയൊക്കെ കിടപ്പ് കണ്ടിട്ട് സായി വീണ്ടും പഴയ സീക്രട്ട് ഏജന്റ് ആവാനായിട്ട് തന്നെയാണ് ചാൻസ്, അല്ലാതെ വലിയ പ്രത്യേകതയൊന്നും വരാനായിട്ട് ചാൻസ് ഇല്ല. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാനായിട്ട് വയ്യ. സായിയുടെ ഗബ്രിയെ പറ്റിയിട്ടും ജാസ്മിനെ പറ്റിയിട്ടും ചോദിച്ചപ്പം സായി പറഞ്ഞൊരു ഡയലോഗ്, ജാസ്മിനെ എനിക്ക് പണ്ടേ അറിയാം, ജാസ്മിൻ നല്ല കുട്ടിയാണ്, അവൾ അതേപോലെ തന്നെയാണ് അവിടെ പെരുമാറുന്നത്. പിന്നെ ഒരു എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് രണ്ടുപേരെ ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നാണ് സായി പറഞ്ഞത്. അപ്പോൾ സായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതിന് മുന്നേ ഇതൊന്നും അല്ലായിരുന്നു പറഞ്ഞത്. ഈ വീഡിയോ ചെയ്ത് ഒരുപാട് വട്ടം സായി ഇവരെയും വലിച്ചു കയറിയിട്ടുണ്ട് അല്ലേ, നമുക്കതറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സായി അത് അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഈ പറയുന്നത് പോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കാണും ഈ പറയുന്ന ജാസ്മിനെ ഒന്നും പറയരുതെന്ന്. അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ആൾക്കാരെല്ലാവരും പറയുന്ന കാര്യമാണ്. എന്തായാലും സായി എന്തായാലും ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ജാസ്മിനോട് ഒരു താങ്ങി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഫിനാലെയൊക്കെ അല്ലേ വരാൻ പോകുന്നത്, നമുക്ക് കണ്ടറിയാം ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ജാസ്മിൻ്റെ ആർമികൾ ഭയങ്കര ശക്തമായിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഏത് മാർഗത്തിലും ജാസ്മിനെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. ഇനി ആ മൂപ്പൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഒരു പുള്ളിയുടെ വീഡിയോ വെച്ചിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ പല ആൾക്കാർ ഇപ്പോഴും ഗബ്രിയുടെ വിഷയങ്ങളും അഫ്സലിന്റെ കാര്യങ്ങൾ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു വഴിക്കങ്ങ് ഒതുങ്ങി തീർന്ന കേസാണത്. പിന്നെ ചായയിൽ തുമ്മിയ കേസ് ഇപ്പം അറിഞ്ഞ ആൾക്കാർ പോലും ഉണ്ട്, അറിയാമോ? അതൊക്കെ എന്നയോ കഴിഞ്ഞ കേസാണ്. അതിനുശേഷം ഗബ്രി പോയതിനു ശേഷം ജാസ്മിനോട് ഒറ്റയ്ക്ക് അവിടെ നിന്നായിരുന്നു, എന്നിട്ട് ഗെയിം കളിച്ചായിരുന്നു, കണ്ടന്റ് ചെയ്തായിരുന്നു, മുന്നേറി എവിക്ഷനും കാര്യങ്ങളൊക്കെ താണ്ടി ഇവിടെ ഇപ്പം 80 ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വന്നിട്ട് ഗബ്രിയുടെ ആ ഒരു കേസും അല്ലെങ്കിൽ അഫ്സലിനോട് കാണിച്ച ഒരു കാര്യങ്ങളും ചായ തുമ്മിട്ടെന്നൊക്കെ അതും പൊക്കി ആരും വരണ്ട. അപ്പം പുള്ളി പറയണത് ഇനി അഫ്സലിന്റെ ഗബ്രിയുടെ കേസൊന്നും പൊക്കിക്കൊണ്ട് ആരും വരണ്ട. കാര്യം 80 ദിവസം കഴിഞ്ഞ് എല്ലാ
വോട്ടിങ്ങുകളിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അപ്പം ഫിനാലയിലോട്ടൊക്കെ കയറാൻ പോകും, അത്യാവശ്യം നല്ലോണം കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഗബ്രി പോയതിനു ശേഷം ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് കാണിച്ച ഡ്രാമകളൊക്കെ അത് എടുത്തു വെച്ച് പിന്നെയും പറയുന്നില്ല. എന്തായാലും ഈ പുള്ളിക്കാരനൊക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മോനെ, നിനക്ക് എങ്ങനെയാണ് ഇത്, മാസ പേയ്മെൻ്റ് ആണോ അത് ഡെയിലി പേയ്മെൻ്റ് ആണോ, ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്തായാലും കൊള്ളാം കേട്ടോ. ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് കൊണ്ട് അവൾ തീർച്ചയായിട്ടും ഇത് കാണാതെ പോവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഫ്സലിനെ ഒന്നും ഇവന് സത്യം പറഞ്ഞാൽ നേരിട്ട് അറിയത്ത് പോലും ഇല്ല. ചുമ്മാ കിടന്ന് അങ്ങ് ഡയലോഗ് അടിക്കുക. എന്നിട്ട് ഇതിനകത്ത് വേറെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ആ ടീം എന്തുകൊണ്ടും യോഗ്യത ജാസ്മിനാണ് കപ്പടിക്കേണ്ടത്. ജിൻഡോയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ജാസ്മിൻ അല്ലേ അവിടെ എത്രയും കിടന്ന് ഗെയിം കളിച്ചതായാലും എടുത്തതായാലും. എന്ത് ഗെയിമാണ് കളിച്ചത്? എന്ത് ഗെയിമാണ് കളിച്ചത്? നീയൊക്കെ വന്നിരുന്ന് ഭയങ്കര ഗെയിമറാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. അവൾ എന്ത് ഗെയിമാണ് അവൾ കളിക്കുന്നത്? അവൾ ഇത്രയും നാൾ ചെയ്ത് കൂട്ടിയതെല്ലാം കൂടെ അവൾ കാണിക്കുന്നത് വെളുപ്പിക്കാൻ വേണ്ടിയുള്ള നാടകമായിട്ടാണ് ഫീൽ ചെയ്യണത്. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതൊരു ഗെയിമറായിട്ട് കാണുന്നത് നിനക്കൊക്കെ തലയ്ക്ക് സുഖമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ എന്ത് വന്നിരുന്നങ്ങ് ഓരോന്നിരുന്നങ്ങ് ഡയലോഗ് അടിക്കുക, വലിയ സംഭവമാണ്, മറ്റേതാണ്. ഇനി ചായ തുമ്മിയ കേസും പിടിച്ചോണ്ടിരുന്നത്. ആരുടെ ചായ തുമ്മിയ കേസും പിടിച്ചോണ്ട് വരുന്നത്? ഇപ്പോൾ ആരെങ്കിലും ചായ തുമ്മിയനെ പറ്റിയിട്ടല്ല ജാസ്മിനോടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ വിരോധം വന്നത്. ജാസ്മിൻ അതിനകത്ത് ചെയ്ത് കൂട്ടിയ കാര്യത്തിനകത്തോട്ടാണ്. അറിയാമല്ലോ, റിലേഷൻഷിപ്പിൻ്റെ ആയാലും ഈ ഗബ്രിയുടെ സീൻസൊക്കെ ആയാലും ഇതുകൊണ്ടാണ് ജാസ്മിനോട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വൈരാഗ്യം ഉണ്ടാകാനുള്ളൊരു കാരണം. അല്ലാതെ ഈ ചായ തുമ്പിയെന്നും പറഞ്ഞോ ഒരു ദിവസം കുളിക്കാതിരുന്നെന്നും പറഞ്ഞോ ഒരു ഭയങ്കര സംഭവമായിട്ട് ആൾക്കാർ കണ്ടിട്ട് പറയുന്നത് എനിക്കറിയത്തില്ല. മേ ബി കുറച്ച് ആൾക്കാരൊക്കെ പറയുമായിരിക്കും. അല്ലാതെ ഇത് മാത്രമാണ്, ചായയുടെ കേസ് മാത്രം കൊണ്ട് ജാസ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതായിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇവനൊന്നും ഒരു ബോധമില്ല. ഇവനൊക്കെ ഇതേ കണക്ക് തന്നെ കുറേ ഗ്രൂപ്പുകളിലുള്ള കുറേ നാറികളും ഒരു വിവരമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞ് നിനക്കൊന്നും ഒരു പണിയില്ല എന്ന് ആലോചിക്കുന്നത്. എന്ത് നേട്ടം കിട്ടും നിനക്കൊക്കെ ഈ ഗ്രൂപ്പിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുക? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.